ബലാബലം ഫൈറ്റ് നടക്കുന്ന, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, ആർക്കൊപ്പവും പോകാമെന്ന് തോന്നിപ്പിക്കുന്ന മണ്ഡലങ്ങൾ അത് രണ്ടും ഏതാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കഴക്കൂട്ടവും തവന്നൂരും. അത് രണ്ടും ആ സസ്പെൻസ് അതുപോലെ തന്നെ നിലനിർത്തിയാണ് മാതൃഭൂമി ന്യൂസ് സ്കോർ ട്രെൻഡ് സർവേയുടെ ആദ്യഘട്ട ഫലം അത് പ്രഖ്യാപിച്ചത്. കഴക്കൂട്ടത്ത് CPM-ഉം BJP-യും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുക. അതേസമയത്ത് തവന്നൂരിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള ബലാബലമാണ് സർവേ സൂചിപ്പിക്കുന്നത്. തൃശൂരിലാകട്ടെ പത്മജ വേണുഗോപാൽ രണ്ടാമതെത്തും. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളതും ഈ സർവേ ഫലത്തിൽ ശ്രദ്ധേയമാകും. കഴക്കൂട്ടത്ത് താമര വിരിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ പ്രേക്ഷകർ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചോളൂ. കഴക്കൂട്ടത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, അവിടെ ബലാബലമാണ്. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ലെന്ന സൂചനയാണ് മാതൃഭൂമി ന്യൂസ് കോർ സർവേയിലെ കണക്കുകൾ നൽകുന്നത്. 2% മുകളിൽ മാത്രമാണ് കടകംപള്ളിക്ക് കിട്ടിയിട്ടുള്ള മുൻതൂക്കം. വളരെ ക്ലോസ് ആണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം 2.5 താഴെയാണ്. 2.32. അതായത് 2.5 എന്ന് പറയുമ്പോൾ വളരെ അത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്കൊപ്പം നിന്ന തൃശൂർ ആ ട്രെൻഡിന്റെ നേരിയ രൂപം അസംബ്ലി തെരഞ്ഞെടുപ്പിലും കാണിക്കുന്നുവെന്ന് പോൾ ട്രെൻഡിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. രാജൻ ജെ പല്ലൻ UDF-നെ നേരിയ മുൻതൂക്കത്തിലെത്തിക്കുമെന്ന് സർവേ പറയുമ്പോൾ തൊട്ടുപിന്നിൽ താമര അടയാളത്തിൽ മത്സരിക്കുന്ന പത്മജ വേണുഗോപാലുമുണ്ട്. സിറ്റിംഗ് മണ്ഡലത്തിൽ CPI 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. കൗതുകകരമായ ഒരു കാഴ്ചയാണ്. വളരെ ശക്തമായ മത്സരം. കാസർഗോഡ് മണ്ഡലത്തിലും NDA രണ്ടാമതെത്തിയേക്കും. തവന്നൂരിൽ KT ജലീലിനെ തന്നെ നിർത്തിയുള്ള പരീക്ഷണം CPM-ന് റിസ്ക് ആയേക്കും. VS ജോയിക്ക് 2% മുകളിൽ വരുന്ന മുൻതൂക്കം. മണ്ഡലം ബലാബലത്തിൽ. VS ജോയി, KT ജലീൽ, ബലാബലം, ടൈറ്റ് ഫൈറ്റ് തവനൂർ. 2020 NDAയിൽ ചേർന്നിട്ടും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കുന്നത്തുനാട്ടിൽ BJP സഖ്യത്തിന് കാര്യമായ നേട്ടമില്ല. മണ്ഡലം ഇടതുപക്ഷത്ത് നിന്ന് UDF-ലേക്ക് ചായുമെന്ന് സർവേ ഫലം. UDF മണ്ഡലം തിരിച്ചുപിടിക്കുന്നു 5 പോയിന്റിന്റെ വ്യത്യാസത്തിൽ. ആന്റണി രാജു അയോഗ്യനായതോടെ സുധീർ കരമനയെ മത്സരിപ്പിച്ച തിരുവനന്തപുരവും PV അൻവർ മുന്നണി വിട്ടതോടെ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് നഷ്ടമായ നിലമ്പൂരും UDF-നൊപ്പമായിരിക്കുമെന്നാണ് സർവേയിലെ സൂചന. 4.57 മുൻതൂക്കമാണ് അവിടെ UDF-നുള്ളത്. 27.63 നിൽക്കുകയാണ് BJP. 33.9 അവിടെ LDF ചുരുങ്ങുന്നു. വിവാദങ്ങളിലും ആരോപണങ്ങളിലും പെട്ടവരെ വോട്ടർമാർ കൈയൊഴിയില്ലെന്ന് ആദ്യഘട്ട സർവേ സൂചിപ്പിക്കുന്നു. കുന്നംകുളത്ത് AC മൊയ്തീനും സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനും തന്നെ. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.